ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ടെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരങ്ങളിൽ ചായയുടെ കൂടെയോ രാത്രി ഡിന്നറായിട്ടോ അതുപോലെ കുട്ടികൾക്ക് സ്കൂളിൽ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തുവിടാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചപ്പാത്തി മീറ്റ് റോളിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഞാൻ ചപ്പാത്തി ഇവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ളൊരു ഫില്ലിങ്സ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു സവാള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു തക്കാളിയും ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു കടായി ചൂടാകുമ്പോൾ വെജിറ്റബിൾ ഓയിലോ ബട്ടറോ ഇട്ട് കൊടുത്ത ശേഷം ആ സവാളയും ആ ക്യാരറ്റും നമുക്ക് അതിൽ പതുക്കെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റിക്കൊണ്ട് തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മൾ അതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു അര കപ്പ് ബീഫ് നേരത്തെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായി പൾസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഫില്ലിങ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുകൂടെ നമുക്ക് ഈ കടായിലേക്കിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിൽ നമുക്ക് ഒരു കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 4 വെളുത്തുള്ളി അല്ലിയും 2 ടീസ്പൂൺ വെജിറ്റബിൾ ഓയിലും 1 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വളരെ മയത്തിൽ അരച്ചെടുക്കാം. ഇതൊരു ഹോം മെയ്ഡ് മയോണൈസാണ് ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഓരോ ചപ്പാത്തി എടുത്ത് അതിലേക്ക് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഫില്ലിങ്സ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ആവശ്യത്തിന് ഫില്ലിങ്സ് വെച്ച ശേഷം തക്കാളിയുടെ പീസസ് അതിൻ്റെ മേലെ വെച്ച് നമുക്ക് ചപ്പാത്തി ഇങ്ങനെ റോളാക്കി എടുക്കാം. ഇവിടെ ഞാൻ എല്ലാ ചപ്പാത്തികളിലും ഇതുപോലുള്ള ഫില്ലിങ്സ് വെച്ച് ചപ്പാത്തിയുടെ റോളാക്കി എടുത്തിട്ടുണ്ട്. വളരെ രുചികരമായിട്ടുള്ള ഒരു ചപ്പാത്തി റോളാണ് ഇത്. കുട്ടികൾക്കെല്ലാം വളരെയധികം ഇഷ്ടപ്പെടും. എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.